സ്ത്രീ ജീവിതത്തിന്റെ നിഴലും നിലാവുമായി എത്തുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ ലക്കത്തിൽ വ്യത്യസ്തമായ ഒരു ഹോട്ടലുമായി വിജയം കൊയ്യുന്ന മിനു പൗളി. കളിപ്പാട്ട സിനിമ കണ്ടിട്ടുള്ള അതിൻ്റെ അകത്ത് ഉർവശി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മോഹൻലാൽ റെസിപ്പി പറയുന്നുണ്ട്. അത് ഈ റെസിപ്പിയാ. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. പ്രശസ്ത പിന്നണി ഗായിക ആശാലത ആലപിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് ഗാനം. ഒപ്പം അതിസുന്ദരമായ ഒരു വിവാഹ വീഡിയോയും. പുരുഷന്മാരുടെ ആധിപത്യമുള്ള ഹോട്ടൽ വ്യവസായ രംഗത്ത് വളരെ ശക്തിയായി മുന്നേറുന്ന ഒരു സ്ത്രീ സംരംഭകയുടെ കൂടെയാണ് ഇന്നത്തെ ചന്ദ്രലേഖ ആരംഭിക്കുന്നത്. പപ്പടവട എന്ന പുതിയ കൺസെപ്റ്റുമായി വന്ന മിനി പൗളിനുമൊപ്പമാണ് ഇന്നത്തെ ചന്ദ്രലേഖ. ഹായ് മിനു. ഹലോ. ഞാനിങ്ങനെ പ്രേക്ഷകരോട് പറയുമായിരുന്നു ഒരു താരമായി മാറിയ ഒരു സ്ത്രീയെ കുറിച്ച്. പപ്പടവട എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വളരെ ക്ലിക്കായി എറണാകുളത്ത്. അപ്പോൾ എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള മിനിയുടെ? എന്ന് വെച്ചാൽ 2013 ഇപ്പം 3 വർഷമായി. ഞാനിതിന് മുമ്പിലൊരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഫീലിൽ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ സ്വന്തം ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻ്റൊക്കെ ധാരാളം സ്ത്രീകൾ നടത്തുന്നുണ്ട്, എന്നാൽ ക്ലിക്ക് ആവുന്നൊരു വളരെ ചുരുക്കം ആൾക്കാർ. ദൈവം സഹായിച്ചത് ക്ലിക്കായി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു പഴമ എന്നുള്ളൊരു ഫീല് കൊണ്ടുവരുന്ന രീതി. അതായത് നമ്മളിവിടെ അധികം കാണാത്തൊരു ഇതിൽ, അതായത് ആ സമയത്ത് 2013 അധികം അങ്ങനെ നമ്മുടെ നാടൻ ഭക്ഷണശാല അല്ലെങ്കിൽ ഒരു ചായക്കട, ഞാൻ സത്യം പറഞ്ഞ ഒരു ചായക്കട റീക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ കേരളത്തിൻ്റെ മെയിൻ ഒരു ഇതായത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടതായിരിക്കണം ദൈവം സഹായിച്ചത് അത്യാവശ്യം നല്ലോണം ക്ലിക്കാവുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഈ കടയുടെ പേര് തന്നെയാണ്, പപ്പടവട. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നാടൻ ഒരു ഇത്. ആരുടെ സെലക്ഷൻ ആയിരുന്നു ഈ പേരൊക്കെ? ഇതൊക്കെ എൻ്റെ സെലക്ഷൻ തന്നെയായിരുന്നു. പേരിടുന്നതിൽ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ആദ്യം ഒരാളെക്കുറിച്ചായാലും ഒരു സ്ഥലത്തിനെ കുറിച്ചല്ല, പേരെന്നാണല്ലോ നമുക്കൊരു എന്താ പറയുക, എന്ത് ടൈപ്പ് ഓഫ് സ്ഥലമാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുക. അപ്പോൾ അതായിരുന്നു എനിക്ക് ക്രിസ്പായിരിക്കണം. ഈ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു നാടൻ ഭക്ഷണശാല എന്നുള്ളത്. അത് അവർക്ക് മനസ്സിലാവണം, ആളുകൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പപ്പടവട എന്നുള്ള പേര്. പപ്പടവട എന്ന് പറയുമ്പം ഇവിടെ എറണാകുളത്ത് അങ്ങനെ അധികം കണ്ടില്ല. സ്നാക്ക് എന്ന് വെച്ചാൽ പപ്പടം ഇങ്ങനെ ബാറ്ററിൽ മുക്കി പൊരിക്കുന്ന ഒരു സ്നാക്കാണ് പപ്പടവട. അത് കൂടുതലും നമ്മുടെ കൊല്ലം, കോട്ടയം, അങ്ങനെ ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെയാണ് അതുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ വലിയ വിലയുള്ള സാധനമല്ല, എത്രയൊക്കെ പോലെ 10 രൂപ താഴെ ഉള്ള ഒരു സ്നാക്കാണ് ഈ പപ്പടവട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതായത് നിങ്ങളുടെ 10 രൂപ ഉണ്ടെങ്കിൽ ഒരു പപ്പടവട വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധാരണക്കാരടക്കം വളരെ പോസിറ്റീവ് എല്ലാവരും വരുന്ന ഒരു കേന്ദ്രമായിട്ട് പപ്പടവട മാറി. ഇപ്പം തുടങ്ങിയ ഒരു ഇതിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് മിനുവിൻ്റെ ഇതിനകത്ത് വരുത്താൻ സാധിച്ചത്? ഒരുപാട്. ഇതിപ്പം ആദ്യത്തെ എൻ്റെ ചെറിയ MG റോഡിലെ പപ്പടവടയിൽ വന്നിട്ട് ഇപ്പോൾ ഇതെൻ്റെ 2ാമത്തെ ഷോപ്പാണ്. 2ാമത്തെ ഔട്ട്ലെറ്റിൽ വരുന്നവർക്ക് അതിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആദ്യത്തെ ഒരു ചെറിയൊരു കടമുറി ആയിരുന്നു, അവിടെ നിന്ന് കഴിക്കുന്ന അന്നെൻ്റെ കോൺസെപ്റ്റും അത് തന്നെയായിരുന്നു. പറഞ്ഞ പോലെ പെട്ടെന്ന് വന്ന ഒരാൾക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് പോകാൻ പറ്റിയൊരു സ്ഥലം. അതായത് നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ വരുമ്പോഴത്തേക്ക് അധികം സമയമൊന്നും ഇല്ലെങ്കിലും പടപടയെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ തന്നെ റഷ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്ഥലമായിരുന്നു MG റോഡിലെ പപ്പടവട എന്ന് പറയുന്നത്. അവിടെ നിന്ന് കഴിക്കുന്ന സൗകര്യം. അവിടെ ഞാൻ കല്ലൂരിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു 2 ഷട്ടറായി. ഗ്രാജുവലി പറഞ്ഞ പോലെ ഒരു 40 സീറ്റ് കണ്ടിട്ടുണ്ട്. അവിടുത്തെ പോലെയല്ല ഇവിടെ ഇപ്പം എനിക്ക് കുറച്ചും കൂടെ മെനു ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞ പോലെ എനിക്കിവിടെ ഊണുണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു ഈട്ടറി ആയിരുന്നെങ്കിൽ ഇത് അത്യാവശ്യം ഫൈൻ ഡൈനിങ് വരെ എത്തിയില്ലെങ്കിലും മുമ്പുള്ളൊരു സ്റ്റേജിൽ. ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നു, അത് ക്ലിക്കാവുന്നു, ഇതൊരു സ്വാഭാവികമായ പ്രതിഭാസമായിട്ട് എല്ലാവർക്കും തോന്നിയേക്കാം. എന്നാൽ മിനുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിനു അതിനകത്ത് കൂടുതൽ എന്താ പറയുക, സൊസൈറ്റിയിലെ താഴെക്കിടയിലുള്ള ആളുകളെ വരെ കൺസിഡർ ചെയ്തു എന്നാണ്. നന്മമരം പോലുള്ള അതിനെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരിൽ പകുതി പേർക്ക് അറിയുണ്ടാവില്ല. എന്തായിരുന്നു മിനുവിൻ്റെ നന്മമരം? നന്മമരം എന്ന് പറയുന്നത് അതെൻ്റെ 2ാമത്തെ പപ്പടവട. അതായത് MG റോഡ് കഴിഞ്ഞ് ഞാൻ കല്ലൂരിലെ പപ്പടവട തുടങ്ങുമ്പോൾ എൻ്റെ 2ാമത്തെ പപ്പടവടയിലെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു നന്മമരം എന്ന് പറയുന്നത്.
അത് ഇപ്പം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അത് പോപ്പുലർ ആയി കഴിഞ്ഞു. അങ്ങനെയൊന്നും വിചാരിച്ച് സത്യം പറഞ്ഞാൽ ചെയ്തതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ പണ്ടത്തെ പപ്പടവടയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ഒരുപാട് ഭക്ഷണം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഈ കടയിൽ നിന്ന് തന്നെ അന്നത്തെ ഇപ്പോൾ സെയിൽ വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ട് ബാക്കി വരുന്ന കുറേ ഭക്ഷണമൊക്കെ നമുക്ക് എന്തായാലും പിറ്റേ ദിവസം വിൽക്കാൻ പറ്റില്ല, സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വേറെ ഓപ്ഷനൊന്നുമില്ല, ഞാനത് കാശ് കൊടുത്തത് കളയുകയാണ് ചെയ്തത്. അങ്ങനെ പല ദിവസങ്ങളിൽ ഞാനിവിടുന്ന് കുറേ ഭക്ഷണം വേസ്റ്റാക്കി വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പകുതിയിലധികം പേര് ഭക്ഷണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാഷ് ക്യാനൊക്കെ തിരക്കി പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന വലിയ ദ്രോഹമല്ലേ ഈ പറഞ്ഞ പോലെ ഒരു റിസോഴ്സ് ഞാൻ നശിപ്പിച്ച് കളഞ്ഞു, ഇവിടെ അത് കിട്ടാതെ എന്തോരം പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഒരു തോട്ട് വന്നിട്ടാണ് ഞാനപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഇപ്പം നമുക്കിത് എന്തെങ്കിലും ചെയ്തുകൂടെ, നമുക്കിത് ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തുകൂടെ. എൻ്റെ ഹസ്ബൻഡിനോട് ഇപ്പോൾ ആൾ പറഞ്ഞു ശരി നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെയാണ് ഞാൻ ഓർത്തത് ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവും. ഇപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണം ഓരോ അരിയും ഭക്ഷണം കളയുമ്പോഴത്തേക്കും നമ്മളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം, അപ്പോൾ നമുക്കത് കളയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനൊരു തോന്നലുണ്ടാകും. എനിക്കിപ്പോൾ ഒരു ഹോട്ടലായതുകൊണ്ട് ചിലപ്പോൾ കുറേ ഭക്ഷണം ഉള്ളതുകൊണ്ട് എനിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾക്കുള്ള ഭക്ഷണം എക്സസ് വന്നു കഴിഞ്ഞാൽ അത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കുള്ള ഭക്ഷണം കൊടുത്താൽ അവർക്ക് എന്ത് തികരാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലും കളയുന്നതെന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്താണ് നമുക്കൊരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കിയാൽ എന്താണ്, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവർ പുറത്ത് പോയി കഴിക്കുമ്പോഴോ എക്സസ് ഭക്ഷണം ഉണ്ടായെങ്കിൽ അത് കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും ഒരാൾ കുറച്ചാണ് കഴിച്ചത് അല്ലെങ്കിൽ ഒരാളില്ലായിരുന്നു കഴിക്കാൻ, അങ്ങനെയായിരുന്നെങ്കിൽ ബാക്കി വരുന്ന ഭക്ഷണം അതെല്ലാം കൊണ്ടുവന്നൊക്കെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ നന്മവർക്കിന് ആദ്യം കണ്ടത്. അപ്പോൾ അതിൻ്റെ എൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഞാൻ ആദ്യം വെച്ചാൽ 50 പൊതി ഞാൻ എല്ലാ ദിവസവും വെക്കാമെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ആളുകൾക്കും കൊണ്ടുവന്ന് വയ്ക്കാം. ഇപ്പോൾ സർപ്രൈസിങ് ഇപ്പോൾ ഈ 2 മാസമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 50 പൊതി മാത്രമല്ല വെച്ചത്, ഞാനിപ്പോൾ ഒരു ദിവസങ്ങളിൽ 100-150 പൊതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നന്മവരത്തിൻ്റെ അകത്ത് 200-300 പൊതികൾ വന്നിട്ടുണ്ട്. കാരണം പുറത്തുനിന്നും അതേപോലെയാണ് എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ ഇത് ഒത്തിരി സെലിബ്രേറ്റ് അതെ വളരെ നല്ല രീതിക്ക് പോപ്പുലറായി. പറഞ്ഞ പോലെ UK ഹാഫിംഗ്ടൺ പോസ്റ്റ് വരെ ഷെയർ ചെയ്ത ഒരു സ്റ്റോറിയാണ് നമ്മുടെ. ഈ പറഞ്ഞ പോലെ ഞാനപ്പോൾ ഈ 50 പൊതിന്ന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വിചാരിച്ചു ഞാൻ വെച്ചാൽ ആരും വെച്ചില്ലെങ്കിലും ഇത് ഒഴിഞ്ഞിരിക്കാൻ പാടില്ലല്ലോ റെഫ്രിജറേറ്റർ. അതുകൊണ്ടാണ് ഞാൻ ഈ 50 പൊതി പറഞ്ഞത്. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ 50 പൊതി ഇല്ലെങ്കിലും അതിലൊരു വലിയ വ്യത്യാസം വരുന്നില്ല. പുറത്തുനിന്ന് അത്രയ്ക്കും ഭക്ഷണം വരുന്നുണ്ട്. അതിപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ പലരും ഇപ്പോൾ ആഘോഷങ്ങൾക്കൊക്കെ ഉള്ള ഭക്ഷണം ഇവിടെയാണ് വെക്കുന്നത്. റാദർ തന്നെ അവർ വേറെ ആഘോഷിക്കുന്നതിനേക്കാളും ഞാൻ ഈ ഇടയ്ക്കും കണ്ടിരുന്നു ഒരു അച്ഛൻ്റെ ഓർമ്മ ദിവസത്തിന് അവർ ഇവിടെ കൊണ്ടുവന്നാണ് ഭക്ഷണം വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കറക്റ്റ് ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്ന ഇല്ല. അപ്പോൾ അങ്ങനെ അത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര ഭക്ഷണം വെച്ചാലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ അതിരിക്കാറില്ല. ആദ്യത്തെ ദിവസം ആരൊക്കെയോ ഒന്ന് ചോദിക്കുന്നില്ല നിങ്ങളതിൽ റെഫ്രിജറേറ്റർ വെച്ചോ അല്ല ട്രെയിലും വെച്ചാൽ പോരായിരുന്നു, അത്രയും പെട്ടെന്ന് അത് തീർന്നു പോയി. അത്രയും ആളുകളുണ്ട് എടുക്കാൻ. അപ്പോൾ വളരെ സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ബാക്കി ഒരു രീതിയിൽ നിന്ന് അപ്പോൾ സോഷ്യലി കമ്മിറ്റഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ ബാക്കിയൊരു രീതി എന്ന് പറയുമ്പോൾ എന്തായാലും പപ്പടവട എന്ന പേര് പോലെ തന്നെ അതിനകത്ത് വിഭവങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ഇപ്പം തന്നെ നമുക്ക് വെള്ളമാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും കൊണ്ടുവരുന്ന ഗ്ലാസ് വരെ ഇവിടെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ നാടൻ സാധനങ്ങൾ തന്നെ അത് ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഈ പറഞ്ഞാൽ ഇപ്പം അതില്ലാത്തത് കൊണ്ട് അത് ഡിഫറെൻ്റ് ആയി തന്നെ പറയാം. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങൾ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊന്നും കടകളിലായിരിക്കില്ല, അല്ല വീട്ടിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഈ ഹൈബ്രിഡ് പിസയുടെയും ബർഗറിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഭയങ്കര വെറൈറ്റി മാറി എന്നുള്ളതാണ് സത്യം. ഇവിടെ ഏറ്റവും ക്ലിക്കായത് പഴങ്കഞ്ഞിയാണ്. അതെ ഇവിടെ ഏറ്റവും ക്ലിക്കായത് പഴങ്കഞ്ഞി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് പഴങ്കഞ്ഞി കൊടുക്കുന്നത് നമ്മുടെ കടയിൽ തന്നെയാണ്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോംബോ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അകത്തുള്ളത് പഴങ്കഞ്ഞി ശരിക്കും അത് തലേ ദിവസം തന്നെ ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ റെസിപ്പി തന്നെയായിരിക്കും. മീനു തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ കണ്ടിന്യൂ ചെയ്തു. അതായത് തലേ ദിവസമാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത്, ചോറ് മാത്രം. ഈ ചോറ് ഞാൻ തലേദിവസം ഉണ്ടാക്കിയിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചത്. അതിൻ്റെ അകത്ത് പിറ്റേ ദിവസം അന്ന് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന കപ്പപ്പുഴുക്ക്, അച്ചാറ്, തൈര്, പുളിശ്ശേരി, ചമ്മന്തി എല്ലാം മിക്സ്. അതെ, മുളകുണ്ടാകും, അതിൻ്റെ കൂടെ ഉള്ളി ഉണ്ടാകും. ഇത്രയും സാധനങ്ങൾ ഇട്ടതാണ് പഴങ്കഞ്ഞി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കളിപ്പാട്ട സിനിമ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉർവശി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മോഹൻലാൽ റെസിപ്പി പറയുന്നുണ്ട്.
അത് ഈ റെസിപ്പിയാണ്. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അന്ന് ഇതേപോലെ ഞാനൊന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. ഇതേപോലെ തന്നെ ഈ റെസിപ്പി കേട്ടത് കൊതിയായിട്ട് പാടില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അവൾ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് കേട്ടിട്ട് കൊതിയാവുന്നത്. അവളുണ്ട് പ്രഗ്നൻ്റ് ആയത് മാത്രമല്ല അല്ലാത്തവർക്ക് കൊതിയാവുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തെടുക്കുന്നതും ഇങ്ങനെ ഒരു മെനു സെറ്റ് ചെയ്തതും. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ തോട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾ പോയി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അതിന് വന്ന റെസ്പോൺസിന് ഏതാണ്ട് 500-555 ഷെയർ തന്നെ പോയി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം തന്നെ എന്താ പപ്പടവട മോഡൽ പഴങ്കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് അല്ലാതെ കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ 500-555 ഷെയർ, അതെല്ലാം പുറത്തേക്കാണ് ഷെയർ ഉപയോഗിക്കുന്നത്. ഇപ്പം എമിറേറ്റ്സിലൊക്കെ ദുബായിലൊക്കെ ഉള്ളവരാണ് കൂടുതൽ ഷെയർ കൊതിയാവുന്നതെന്നൊക്കെ പറയാം. പിന്നെ എന്തായാലും പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള റെസിപ്പി അല്ലതാണ്. അങ്ങനെ ചെയ്തു. അത് കുടിക്കാൻ വേണ്ടി ആളുകൾ ദൂരത്തു നിന്നൊക്കെ വരും. ശരിക്കും ഈ ചൂടത്തൊക്കെ പാലാരിവട്ടത്ത്, അതായത് എം ജി റോഡിലായിരുന്നു ഇതുണ്ടായത്. പാലാരിവട്ടത്തുനിന്നും കല്ലൂരിൽ നിന്നൊക്കെ ആൾക്കാർ എം ജി റോഡിലോട്ട് വന്നിട്ടുണ്ടെന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ കല്ലൂർ ഷോപ്പിലത് അത്യാവശ്യം നന്നായിട്ട് ക്ലിക്കായ. ഇപ്പം സ്ത്രീ സംരംഭകരിൽ തന്നെ ക്ലിക്കാവുന്ന ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരു ചുരുക്കമാണ്. അപ്പം നമ്മൾ ഒരു ഇപ്പോൾ ഒരു കടയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഏതൊക്കെ സൈഡ്, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എല്ലാവരും സമൂഹം പറയുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വിനുവിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയോ? ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത് ബെനിഫിറ്റ്സും ആവാറുണ്ട് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ സ്ത്രീകളൊരു ഇത് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കട തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ആരും നമ്മളിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കില്ല. അപ്പം എന്നെന്തോ പറയുന്നു എന്നുള്ള രീതിയിൽ എടുക്കുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ പലപ്പോഴും പല ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോഴും അവരിങ്ങനെ അവർ പുള്ളിക്കാരിക്ക് ചുമ്മാ ടൈം പാസിന് ചെയ്യണം, അല്ലാതെ ആരും നമ്മളിത് സ്ഥിര വരുമാനത്തിനായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഫീൽഡിൽ എടുക്കുക. എല്ലാവരും നമ്മളെ കുറച്ച് ലൈറ്റായിട്ട് എടുക്കാറുണ്ട്. അതേസമയം തന്നെ പല ഓഫീസുകളിലും ചെല്ലുമ്പോഴും ഒരു ലേഡിയാണ് പുള്ളിക്കാരി ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അത് തന്നെ എന്താ പറയുക പ്ലസ് പോയിൻ്റായിട്ട് വന്ന പല സമയം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേ പേർക്കൊക്കെ ഒരു തോന്നലുണ്ടാവും അത്യാവശ്യം മോഡേണായിട്ടൊക്കെ നടക്കുവാണ്, അപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റൊന്നും അറിയില്ല എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അറിയില്ല മാർക്കറ്റിൻ്റെ വില എന്താണെന്ന് അറിയില്ല എന്നൊക്കെയുള്ള അങ്ങനെ ഒരു അണ്ടർ എസ്റ്റിമേഷനും ചില സമയമൊക്കെ ഉണ്ടാവാറുണ്ട്. രണ്ട് രീതിയിലുള്ള ഇപ്പം പക്ഷെ എല്ലാവർക്കും അറിയാം. ഇത് പപ്പടോടെ ചോദിച്ചത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പണ്ട് ബാങ്കിങ്ങിന്റെ ഏതോ മേഖലയിൽ നിന്നാണ് പെട്ടെന്ന് എന്താ ഒരു ഇങ്ങനെ. ഞാൻ ബാങ്കിലായിരുന്നു, ഞാൻ സിറ്റി ബാങ്കിലായിരുന്നു ഇവിടെ എം ജി റോഡിൽ കൊച്ചില്ല. അപ്പോൾ അതൊരു US ബാങ്കാണ്. ഈ പറഞ്ഞതുപോലെ അവിടെ ഞാൻ 2009 ജോയിൻ ചെയ്തത്. 2013 വരെ അവിടെ വർക്ക് ചെയ്തു. അപ്പം ഈ പറഞ്ഞ എല്ലാ ദിവസവും ഒരേപോലത്തെ വർക്ക്, ബാങ്ക് എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ദിവസവും ഒരേപോലുള്ള വർക്ക്. എനിക്കിടയ്ക്ക് ഇങ്ങനെ തോന്നി ഐ ഡോണ്ട് ഫിറ്റ് ഇൻ ടു ദിസ്, എനിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അവിടെ അധികം സംസാരിക്കാൻ ആളെയും കൂടെ കിട്ടാത്തതുകൊണ്ട് എല്ലാവരും വന്ന് അപ്പം തന്നെ കാശ് എടുത്തു പോകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊരു വലിയ സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഈ കട തുടങ്ങിയ പിന്നെ ഒരുപാട് കോണ്ടാക്ട്സ്, ഒരുപാട് പേരോട് ഇത് ഡെയിലി സംസാരിക്കാനുള്ളത്. ഈ രാവിലെ ഞാൻ ഈ കടയിൽ വന്നിരുന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിങ്ങൊന്നും വലിയ ഇവിടുത്തെ കുക്കിങ്ങൊന്നും എനിക്കറിയില്ല, ഞാൻ കുക്കൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ വന്ന് ഇതുകൊണ്ട് ആരും പേടിക്കണ്ട. അതെ, ആരും പേടിക്കണ്ട. വളരെ നല്ല കുക്കാണ്. എനിക്കുള്ള തലശ്ശേരിയിൽ നിന്ന് വന്ന ആളാണ്. 10-40 കൊല്ലമായിട്ട് കുക്കാണ് ആൾ. നമ്മുടെ കടയിൽ 3 വർഷമായിട്ട്. അതുകൊണ്ട് കുക്കിൻ്റെ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട, ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇതേപോലെ ഞാൻ വന്ന് നിൽക്കും, എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ടാകും. അങ്ങനെ കുറേ പേര് സംസാരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് കോണ്ടാക്ട്സ്, നമുക്ക് അറിയാത്ത പല മേഖലകൾ, കുറേ പുതിയ കോണ്ടാക്ട്സ് ഒക്കെ വന്നായി നല്ല രസമാണ്. പപ്പടവടയിൽ വന്നാൽ പഴങ്കഞ്ഞിക്ക് പുറമെ എന്തൊക്കെ വെറൈറ്റിയുള്ള സാധനങ്ങൾ എല്ലാവരും കിട്ടും? നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ സാധനങ്ങളെല്ലാം കിട്ടും. ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന സാധനം ഉണ്ടാക്കി തരുന്ന അതല്ല അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറയാൻ പറ്റും. അതായത് അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അപ്പം ഉണ്ടാക്കി തരുന്ന റെസ്റ്റോറൻറ്റ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കി അതേപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ലിമിറ്റഡ് മെനു ആണുള്ളത്. നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് സാധനങ്ങളില്ല ഉള്ളതെല്ലാം, പക്ഷേ നമ്മളുടെ കോൺസെപ്റ്റിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. ഇപ്പോൾ നാടൻ വിഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ സ്നാക്സിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്ത് നമുക്ക് മലബാർ സ്നാക്സ് ഉണ്ട്, ചട്ടിപ്പത്തിരി, പിന്നെ എഗ് പാക്ക്, ചിക്കൻ പാക്ക്, അങ്ങനെയുള്ള മലബാർ സ്നാക്സ് ഉണ്ട്. അതായത് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്ത സാധനങ്ങളെല്ലാം അത് കുറച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ടംപൊരി, പഴംപൊരി, സവാള വട, പരിപ്പുവട, നാടൻ നമ്മൾ പണ്ട് ചായക്കടയിൽ കിട്ടിക്കൊണ്ടിരുന്ന അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സ്നാക്സൊക്കെ ഇവിടെ കിട്ടും, പഴം നിറച്ചത് വരെ. പിന്നെ മെയിൻ കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി, ഫിഷ് കറി, ബീഫ് കറി, കട
കടലക്കറിയും വെജ് കറി. വെജിറ്റേറിയൻസിന് വലിയ നല്ല ഓപ്ഷൻ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ പഴങ്കഞ്ഞൊക്കെ പ്യോർ വെച്ചാണ്. പിന്നെ കടലക്കറി വെജ് കറി ഉണ്ട്. അല്ലാതെ ഇപ്പം ചിക്കൻ്റെ അകത്തൊക്കെ പറയുകയാണെങ്കിൽ ചിക്കൻ പെപ്പർ, സാധാ നാടൻ ചിക്കൻ കറിയുണ്ട്, പിന്നെ ഇവിടെ കരി മസാല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒത്തൻറ്റിക്സ് ആണ്, നമ്മുടെ പപ്പടോട സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. ബീഫിൻ്റെ അത് ബീഫ് ഫ്രൈ, ബീഫ് ഡ്രൈ ഫ്രൈ എല്ലാം ഉണ്ട്. പിന്നെ അപ്പം നമുക്ക് പാലപ്പമാണുള്ളത്, ഇടിയപ്പം, ചപ്പാത്തി, അങ്ങനെ കുറച്ച് ബ്രെഡ്സ്. പിന്നെ ഉച്ചയ്ക്ക് നല്ല ഇലയൂണ് കിട്ടും കേട്ടോ. ഇല സദ്യ എന്ന് പറയാൻ പറ്റില്ല, ഊണാണ് ആക്ച്വലി. ഇലയിൽ ചോറും നമ്മുടെ സാമ്പാറുണ്ടാവും, മീൻചാറുണ്ടാകും, ഒരു 4 കൂട്ടുകറി, അവിയൽ. രീതിയൊക്കെ ഒരു പഴമയുടെ വീട്ടിലെ പോലെ തന്നെ അങ്ങനെ. പിന്നെ നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാകും ഉച്ചയ്ക്ക്, അപ്പോൾ അതൊക്കെ സ്പെഷ്യലാണ്. ഇപ്പം മിനു എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തുനിന്ന് എന്തായാലും ഇത്രയൊക്കെ സാധനങ്ങൾ വന്നു, എന്തായാലും ആളുകൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് എക്സ്പാൻഷൻ എനിക്ക് തോന്നുന്നില്ല. എക്സ്പാൻഷൻ്റെ പ്ലാൻസ് ഉണ്ട്. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഫ്രാഞ്ചൈസീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ. അപ്പോൾ കൊച്ചിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഔട്ട്ലെറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ കുറച്ച് ഫ്രാഞ്ചൈസി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഒരു 3-4 പപ്പടോടുകളും കൂടെ ദൈവം സഹായിച്ചുണ്ടാകും. എല്ലാ ഏരിയയിലുള്ളവർക്ക് അതെ അതെ, എല്ലാ ഏരിയയിലും. ഇപ്പം നമുക്ക് എംജിറോഡും കല്ലൂരും മാത്രമല്ല, അതേപോലെ കുറച്ച് വിട്ട് ഓരോ പപ്പടോടും. അപ്പോൾ ഈ വർഷം അടുത്ത വർഷം അതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്, കൊച്ചിൻ എന്നത്. കൊച്ചിൻ കഴിഞ്ഞാൽ തൃശ്ശൂർ. അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹസ്ബൻഡ്, ഞാനും മോനുമാണ് ഞങ്ങളുടെ വീട്. മോൻ ചെറിയ കുട്ടിയാണ്, 2 വയസ്സേ ഉള്ളൂ. മിലൻ എന്നാണ് പേര്. ഞങ്ങൾ കിട്ടുണ്ണി എന്ന് വിളിക്കും, കിട്ടുണ്ണിയേട്ടൻ. അയാളാണ് എൻ്റെ ആദ്യത്തെ പുത്രൻ. പിന്നെ ഹസ്ബൻഡ് അമൽ നായർ. ഞങ്ങളൊരു മിശ്ര വിവാഹമാണ്. ഞാൻ മിനു പൗളിൻ, പുള്ളി അമൽ നായരാണ്. പുള്ളിക്കാരൻ റിയൽ എസ്റ്റേറ്റിലാണ്. പിന്നെ എൻ്റെ പറഞ്ഞാൽ എൻ്റെ ഫാദറും മദറും അനിയത്തിയാണ് അവർ അല്ലാതെ. അപ്പോൾ എൻ്റെ ഫാദറുള്ളത് കോച്ചിങ് പോർട്ടിൽ വർക്ക് ചെയ്യാണ്, എൻ്റെ മദർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർ വേറെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ വേറെ. സപ്പോർട്ടും അതെ ഒരുപാട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഈ ഷോപ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മോനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ അതിൻ്റെതായ കുറച്ച് കൂടുതൽ നേരം നിൽക്കേണ്ടി വരുമല്ലോ. അപ്പം ഞാനിവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രിയായിട്ടേ പോകുള്ളൂ. അപ്പം ഇത്രയും നേരം വരെ എൻ്റെ മോന് എന്നെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അയാളുടെ ഭാഗത്തിന് വലിയ സപ്പോർട്ടാണ്. അത് ചെറിയ കുട്ടിയല്ല, 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം ആദ്യത്തെ സപ്പോർട്ട് മോൻ തന്നെയാണ്. ആൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ ഞാൻ കൊണ്ട് വീട്ടിൽ വിടുമ്പോൾ ആളവിടെ നിൽക്കും. അപ്പം അതുപോലെ തന്നെ എൻ്റെ മദറായാലും എൻ്റെ സിസ്റ്ററായാലും ഒക്കെയാണ് അവനെ നോക്കുന്നത്. അപ്പം അവരും ഈ പറഞ്ഞ പോലെയാണ്, അവർ അത്രയും സ്വീറ്റായിട്ട് അവരെ നോക്കുന്നതുകൊണ്ട് അവരങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ടൊന്നും വളരെ എന്താ പറയുക, ഇപ്പം വളരെ സ്ത്രീകൾക്ക് മാതൃകയാവുന്ന രീതിയിൽ നല്ലൊരു സംരംഭമായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ്. ഒത്തിരി ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ചന്ദ്രലേഖ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ചന്ദ്രലേഖയിലേക്ക് കേരളത്തിലെ പ്രശസ്തിയായ ഒരു പിന്നണി ഗായിക പാടി അയച്ചു തന്നിരിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് ഗാനമാണ് ഇനി. പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് ആലപിച്ച ഓലഞ്ഞാലിക്കുരുവി എന്ന ഗാനം ആലപിച്ചിരിക്കുകയാണ് പ്രശസ്ത പിന്നണി ഗായികയും ആർജയുമായ ആശാലത. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴി പീലി മെല്ലെ തഴുകി, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴി പീലി മെല്ലെ തഴുകി, നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി കണ്ടു നീട്ടി വന്നു
ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ചന്ദ്രലേഖ, റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ്, കളമശ്ശേരി, എറണാകുളം. ഇമെയിൽ അഡ്രസ്: chandralekha@reporterlive.com.